ഈ വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ഒരു പെൺകുട്ടി മെയിനായിട്ട് ഡ്രസ്സ് ധരിക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആയിട്ട് നമ്മുടെ ഫിലിം സ്റ്റാർസ്, അതുപോലെ ഫാഷൻ മീഡിയാസ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ നിന്നും കാണുന്ന അതേ ട്രെൻഡ് സബ് കോൺഷ്യസ് ആയിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവർ പോലും അറിയാതെ ഇവരുടെ മനസ്സിൽ ഡ്രസ്സ് ഇടേണ്ടത് കുറച്ച് എക്സ്പോസിങ് ആയിട്ടാണ്, കുറച്ച് സെക്സി ആയിട്ടാണെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. ഇവരുടെ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. മറ്റുള്ളവരുടെ ഡ്രസ്സിൽ ബോധപൂർവ്വം ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിലോ നമ്മൾ അവരെ കണ്ടിടുമ്പോൾ നമ്മൾ ശരിക്കും ചതിക്കപ്പെടുകയല്ലേ. ചിലപ്പോൾ മോഡൽസ്, മൂവീസ്, സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ട് അവരെ ഡ്രസ്സ് ആരായിരിക്കും തീരുമാനിക്കണേ? അല്ല, ആ ഫാഷൻ സെൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവരെ ഡ്രസ്സ് ആരായിരിക്കും തീരുമാനിക്കണേ? കണ്ടോ, ഇതാണ് ഇവർ മെയിനായിട്ട് വെക്കുന്ന വാദം. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ വാദം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോക്സിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമേ ഈ പെൺകുട്ടികളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? ഇസ്ലാം മത വിശ്വാസം പതുക്കെ ഇവരിലോട്ട് ഇൻജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചോദിക്കുന്ന, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണെന്ന് ഞാൻ ഓരോ ക്ലിപ്പ് എടുത്ത് റിയാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് എങ്ങനെയാണ് ഒരാൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതെന്നറിയോ? പ്രധാനമായിട്ടും 7 കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതായത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ചിലപ്പം പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ട് കിട്ടുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ടേസ്റ്റ് ഉണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ബ്രൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, അത് നിങ്ങൾ ഏത് ടൈപ്പ് ആൾക്കാരാണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാവും. ഇതിനെല്ലാം ഉപരി പ്രാക്ടിക്കൽ നീഡ്സ്, അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അത് ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇതാണ് പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്ന് പഠിച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ. അത് കറക്റ്റാണ്. അതായത് നമുക്കിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ശരീരത്ത് ഫോർമൽ ഡ്രസ്സ് ഇടാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ഫോർമൽ ഡ്രസ്സ് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പോലും അറിയാതെ എനിക്ക് ആ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. എങ്ങനെ? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രഷർ കൊണ്ട്. അപ്പോൾ സോഷ്യൽ നോംസ് നമ്മളെ കാര്യമായിട്ട് ബാധിക്കും. ഇനി മൂന്നാമത്തെ കാരണം, മറ്റ് ജനങ്ങൾ നമ്മളെ കൺസിഡർ ചെയ്യുമോ, നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു പേടി. നമ്മളെ ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന് ജഡ്ജ് ചെയ്യാം. നമ്മളെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഫാഷൻ സ്റ്റൈൽ ഉള്ള ഒരാളാണോ ഫാഷൻ സ്റ്റൈൽ ഇല്ലാത്ത ഒരാളാണോ എന്ന് ജഡ്ജ് ചെയ്യാം. ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ റെസ്പെക്റ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് മറ്റ് ജനങ്ങളുടെ റിയാക്ഷനെ മാനിച്ചുകൊണ്ടും നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാറുണ്ട്. ഇനി നാലാമത്തെ റീസൺ, ഇവിടെ മോഡൽസ് വരാം, അതുപോലെ ഫിലിം സ്റ്റാർസ് വരാം, മറ്റ് പല കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മൾ തള്ളുന്നില്ല. ഇനി അഞ്ചാമത്തെ കാര്യം, അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്ന ഡ്രസ്സ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യത്തുള്ളൂ. നിങ്ങളൊരു ഡ്രസ്സ്, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ കാസർഗോഡ് പോയി ഡ്രസ്സ് എടുക്കത്തില്ല. നിങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നെങ്കിൽ ബോംബെ പോയി ഡ്രസ്സ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനവും. രണ്ടാമതെന്ന് പറയുന്നത് എക്കണോമിക്സ്. അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. അല്ലാതെ 1000 രൂപ മുടക്കാൻ കഴിയുന്ന ഒരു വ്യക്തി 10,000 രൂപയുടെ ഡ്രസ്സ് എടുക്കുന്നതിനും ചാൻസ് കുറവ്. അപ്പോൾ അതൊന്നും നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ ബാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൾച്ചർ. എന്ന് പറയുമ്പം ഒരു കൾച്ചറിൽ ഒരു ടൈപ്പ് ഡ്രസ്സ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. പക്ഷേ അതേ കൾച്ചറിൽ മറ്റൊരു ടൈപ്പ് കൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കംപ്ലീറ്റ്ലി അബ്നോർമൽ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു കൾച്ചർ ഉണ്ടാവും. അപ്പം ഈ കൾച്ചറിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സിന് കംപ്ലീറ്റ്ലി വിരുദ്ധമായിട്ടുള്ള ഡ്രസ്സാണ് താലിബാനിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതെടുത്ത് ഇവിടെ കൊണ്ട് നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കൾച്ചർ നോക്കിയും ആൾക്കാർ ഡ്രസ്സ് ചൂസ് ചെയ്യും. പിന്നെയുള്ളതാണ് ഗവൺമെൻറ്റിന് സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷൻസ് കൊണ്ടുവന്ന് ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് യൂണിഫോം. ഒരു യൂണിഫോം ഒരു സ്കൂളിൽ ഇന്നത് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ ചോയ്സ് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അവർ കൃത്യമായിട്ട് ഒരൊറ്റ ഡ്രസ്സ് മാത്രം ചൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു 6-7-8 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. അതിനകത്ത് പക്ഷേ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് സമൂഹത്തിൽ
ഈ ഫിലിം സ്റ്റാർസിൻ്റെയും അതുപോലെ തന്നെ മോഡൽസും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ആൾക്കാരും അല്ല അതിൻ്റെ പുറകിലുള്ള ബിസിനസ്സുകളുമാണ് നിങ്ങളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളിലോട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റ് ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു മെയിൻ കാരണമാണെങ്കിൽ പോലും ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്ലിപ്പ് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഒരു സിനിമയിൽ എന്തിനാ ഐറ്റം ഡാൻസ്, എന്തിനാ ഒരു പെണ്ണ് അങ്ങനെ ഡാൻസ് ചെയ്യണേ, അങ്ങനെ വസ്ത്രം ധരിക്കണേ? അറ്റൻഷൻ കിട്ടാൻ ഫേമസ് ആവാനും ആൾക്കാർ അറ്റൻഷൻ കിട്ടുമ്പോൾ അത് ബിസിനസ് ആവൂലേ? ഇതിനകത്ത് ഐറ്റം ഡാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഏകദേശം യോജിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ശരീരം ഒബ്ജക്റ്റിഫിക്കേഷന് വിധേയമാക്കുകയും അത് കണ്ടിട്ട് ആൾക്കാരിൽ പുരുഷന്മാരുടെ ശരീരം അത്രയില്ല, നമ്മളൊന്ന് മാറ്റി നിർത്തുകയാണ്. പക്ഷേ ഇവർ ചോദിക്കുന്നത് വൺസ് ഒബ്ജക്റ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് ബിസിനസ് ആകത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇത് എല്ലാത്തിലും ബാധകമാണ്, അത് ഡ്രസ്സിങ് മാത്രമല്ല. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇദ്ദേഹം ഇട്ടേക്കുന്ന ഡ്രസ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ടീഷർട്ട്, ഒരു ജീൻസ്, ഒരു ആപ്പിളിൻ്റെ വാച്ച്. ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് വന്നത്? ഇത് കംപ്ലീറ്റ്ലി ഇയാൾക്ക് എങ്ങനെയാണ് ആ ഡ്രസ്സ് കിട്ടിയെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തായിരിക്കും. എനിവേ, പക്ഷേ ഇയാൾ പർച്ചേസ് ചെയ്താണെന്ന് സങ്കല്പിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. എങ്ങനെയാണ് അയാൾക്ക് ആ ബനിയൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള റീസൺ? ഈ 8 റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ആ റീസൺസിൻ്റെ മിക്സും കൊണ്ടാണ് ഇയാൾ ടീഷർട്ടും ജീൻസും സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ആപ്പിൾ വാച്ച്. നിങ്ങൾക്കറിയോ, ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ മാക്സിമം പുഷ് ചെയ്യും. ഇങ്ങേർക്ക് ഒരു ആപ്പിളിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആപ്പിളിൻ്റെ വാച്ച് മേടിക്കാനായിട്ടുള്ള ടെംപ്റ്റേഷൻ കൂടും. അപ്പോൾ ഇത് ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, ഡ്രസ്സിങ്ങിലുണ്ട്, ഈ ഫോൺ മേടിക്കുന്നതിലുണ്ട്, കാറ് മേടിക്കുന്നതിലുണ്ട്, ഫുഡ് കഴിക്കുന്നതിലുണ്ട്. അപ്പം ഡ്രസ്സിങ്ങിൽ മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പുറകിൽ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു അജണ്ടയുണ്ട്. അതെന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എങ്ങനത്തെ ഡ്രസ്സ് ചൂസ് ചെയ്യണം? അതന്നെ, എല്ലാ ഡ്രസ്സും നമുക്ക് കണ്ടതാണ്. നമുക്ക് മാന്യമായത് ആൾക്കാർ കാണുന്നതിനും കുഴപ്പമില്ല. എങ്ങനെ മാന്യമായത് നമ്മൾ തിരഞ്ഞെടുക്കുക? ഇവിടെയാണ് അടുത്ത ടോക്സിക് ആയിട്ടുള്ള കാര്യം വീണ്ടും ചോദിക്കുന്നത്. പെൺകുട്ടികളിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്? ഈ മാന്യമായിട്ടുള്ള കാര്യത്തിനൊരു ക്രൈറ്റീരിയ ഖുറാനിൽ പറയുന്നുണ്ട്. ഔറത്ത് മറയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഒഴിവാക്കണം എന്നുള്ള ഒരു ആശയം വരുന്ന ഒരു കുറച്ച് വരികൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ആശയം ഇവരിലോട്ട് ഇൻജെക്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം? ഈ രീതിയിൽ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യമേ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു, അവരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് കൊണ്ട് ഇങ്ങനെയാണെന്ന് വരുത്തി തീർത്തു. അവിടെ വരെ ഓക്കെ, നമുക്ക് പിന്നെ അംഗീകരിക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് അവർ ഒറ്റ റീസണേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുറേ ഗ്രൂപ്പ് ഓഫ് റീസൺസ് കൊണ്ടാണ് ഒരാൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം അടുത്ത അജണ്ട, ഖുറാനിലുള്ള വരികൾ ഇവർക്ക് ഇൻജെക്റ്റ് ചെയ്യണം. നിങ്ങൾ മുസ്ലിംസ് ആണല്ലോ, അപ്പോൾ നിങ്ങളൊരു മതത്തിൽ പറഞ്ഞ ഡ്രസ്സുകൾ ഉണ്ടാവും. അതനുസരിച്ച് പിന്നെ നിങ്ങൾ ധരിച്ചത് ശരിയായ രൂപത്തിലാണോ? വെയിറ്റ് ചെയ്യ്, നിങ്ങൾ നോക്കിയേ. ഇവരിട്ടേക്കുന്ന ഡ്രസ്സ്, ആദ്യത്തെ കുട്ടി ഇട്ടേക്കുന്ന ഒരു മഞ്ഞ ഡ്രസ്സ്, ഒരു ജീൻസോ പാൻറ്റോ, ഇവർ ബ്ലർ ചെയ്ത് വെച്ചേക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. തലയിൽ തട്ടം ഇട്ടിട്ടുണ്ട്. രണ്ടാമതൊരു വൈറ്റ് ഡ്രസ്സ്, പിന്നെ അതുപോലെ പാൻറ്റോ ജീൻസോ. മൂന്നാമത്തേത് ഒരു ബ്ലൂ കളർ ഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു പാൻറ്റ്. ഇവർക്കെല്ലാം തട്ടമുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു മിനിമം ഇതിനേക്കാൾ കൂടുതൽ മോഡസ്റ്റി എങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? അവരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. സാധാരണക്കാർക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടോ? ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ തട്ടവുമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് മാന്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത്? പക്ഷേ ഇവർക്കത് പോരാ. ഇവർക്ക് അതിൻ്റെ അടുത്ത ലെവൽ വരണം. ഇതിൻ്റെ അടുത്ത ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുറാൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിലോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അവൻ്റെ പ്ലഷറിന് വേണ്ടി എൻ്റെ ബോഡി ഞാൻ കൊടുക്കൂല എന്ന് നമുക്ക് ഡിസിഷൻ എടുത്തൂടെ? ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ പിന്നെ എവിടെയാണ് ആ മാന്യത എന്നുള്ളതാണ്. മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് ഒരു ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇന്ന കളർ ധരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വസ്ത്രം ലൂസാവണം, സ്വാധീനിക്കണം. അതുകൊണ്ടാണ് എങ്ങനെ ഡ്രസ്സ് ഇടണമെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പർദ്ദ ഇടണമെന്ന്. എക്സാക്ട്ലി, നിങ്ങൾ പർദ്ദ ഇടാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ ഉദ്ദേശം, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇവർ ഈ പേപ്പേഴ്സുമായിട്ട് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബുക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇവർക്ക് സമൂഹത്തിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. സമൂഹത്തിൽ അക്ഷരം പ്രതി പാലിക്കണം. അപ്പം ഇതാണ് ഇതിൻ്റെ പുറകിലെ റീസൺ. അതായത് സമൂഹം നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഖുറാനിലുള്ള ആശയങ്ങൾ ഇവർക്ക് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി ഇവർ ഓരോ സയൻറ്റിഫിക് പേപ്പേഴ്സും സ്റ്റഡീസും ഒക്കെ എടുത്ത് വന്നിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള രീതിയിൽ അവരുടെ ആശയങ്ങൾ ഇൻജെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മതബോധമാണ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം.
ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിർത്തുന്നു. താങ്ക്സ്.